لأجاريهم قلدت ظاهر ما فيهم فبدوت شخصا آخر كي أتفاخر وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا 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 نحتاج المال كي نزداد جمالا جوهرنا هنا في القلب تلالا لا نرضي الناس بما لا نرضاه لنا حالا ذاك جمالنا اسمه يتعالى السلام عليكم سندية دعاها مددية واها منها يراها تسليما أنت هادينا أنت حمينا أنت مولانا أدركنا خلقك القرآن قولك الفرقان بني പോലത്തിളങ്ങും യാനബി നീരാനിലയം ബിലി പോലത്തിളങ്ങും യാനബി യാ റഹ്മത്തൽ ആലമീൻ യാ റഹ്മത്തൽ ആലമീൻ വന്നിടണം റൗളയിൽ വന്ന് സലാമോദാൻ എൻ മഹാമോഹമകനാ സനദിയ ദുആഹാ മദദിയ വാഹാ മിൻഹാ യറാഹാ തസ്ലീമാ മദദിയ വാഹാ മിൻഹാ യറാഹാ തസ്ലീമാ أنت هادينا أنت حمينا أنت مولانا أدركنا السلام عليكم يا شبابي تعال يا شبابي تعال أدركني مرم ആസനം തരും വരും കൈലം ജമീലെ ആനലിനനുഗം നൂറെ കമാലെ അനമിൽ മുദാലിനി എയ്ക്കും ജമാലെ നബി നബി സലാം സലാം നിലാവേ നബി നബി ഉയർകിൽ കലാം കലാം പ്രഭാമേ പ്രഭാമയം കിരണം പ്രപഞ്ചനാനം അസ്സലാമു അലൈക്കും لغة الجنة عربية لغة الفرقان عربية يا أشاعي شمر دوما في العلو شانا يا حبي سعية خير في الوجود بانا يا أشاعي شمر دوما في العلو شانا كافر കോട്ട തകർന്നതിനും കാലമതിരുണി മരുഭൂമണ്ണും കോട്ട തകർന്നതിനും കാലമതിരുന്നാൾക്കാരഞ്ഞ് നൽകണമെന്നോഹം പൂവാണിഞ്ഞ് അകലെ മദീനായിൽ ഒരു വീരുന്ന് കൽബിൽ
ഓടി ആമലച്ചോട്ടിൽ തണലേ മുത്തൊളിമാല മധുര തേൻ പൂഞ്ചോല മതിഹിൻ മുത്തൊളിമാല മധുര തേൻ പൂഞ്ചോല പാടാം പാടാം ഇരനീരജാകുന്നു വെള്ളി നിലപ്പോൾ സുന്ദരനും പൂവിൻമണിരന്നൊരു ജന്മനമോ പോലെ ലംഘിടുന്നോരേ ആലമാത്തുന്നു ഇരനീരജാകുന്നു വെള്ളി നിലപ്പോൾ സുന്ദരനും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കലാമിത്രങ്ങളെ, അസ്സലാമു അലൈക്കും. ഒരു ബൃഹത്തുള്ള ചരിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈ കൊച്ചു കലാകാരൻ ഉദ്ദേശിക്കുന്നത്. തെറ്റുകുറ്റങ്ങളും പറ്റാത്ത പ്രഭവങ്ങളും സദയം ശ്രമിക്കുമല്ലോ. അതാണ് ഈ കഥയുടെ പേര്. ആരാണത്? നട്ടുച്ച നേരത്തെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ തീപ്പൊരി പറത്തുന്ന കുതിരപ്പുറത്ത് ആരാണ് ആ പറന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? ഖത്താബിന്റെ പുത്രൻ ഉമറാണ് വരുന്നത്. ഘോര ഘോര പടക്കളത്തേക്കുന്നത് പോലെ ഘടകം മൂലപ്പൊതിച്ച് പറക്കുകയാണല്ലോ ഉമറ്. എടാ ഉമറെ, എങ്ങോട്ടേക്കാണ് കുതിച്ചോട്ടം? നഈമിബ്നു അബ്ദുള്ള തടഞ്ഞെടുത്ത് രണ്ടും കൽപ്പിച്ചു ചോദ്യം. എന്നെ വിടൂ നഈം. ഞാൻ എന്ത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഫാത്തിമയോ? അവളും ഭർത്താവും മുഹമ്മദിന്റെ പുത്ര പ്രസാദത്തിൽ കടന്നുകൂടിക്കൊണ്ടിരുന്നോ? ഉമർ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. ഇനി യാത്ര അങ്ങോട്ടേക്കാവട്ടെ. രണ്ടിനെയും പറഞ്ഞത്. ഉമറിന്റെ ഗംഭീര സ്വരം കേട്ട് ആ വീട്ടിലുള്ളവർക്ക് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന മറുഭാഗത്തേക്ക് ഓടി ഒളിക്കുകയും വിരാറിന്റെ കൈകളോട് ഖുർആന്റെ ഉറാസ് മറച്ചു വെക്കുകയും വാതിൽ തുറക്കുകയും ചെയ്തു. ഒന്നുമില്ലെന്നോ? എനിക്കറിയാം, നിങ്ങൾ രണ്ടാളും മുഹമ്മദിന്റെ പുത്രൻ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിക്കൊണ്ടെന്ന്. ഉമർ ദേഷ്യം കൊണ്ട് തന്റെ അനിയൻ സഈദിന്റെ മാറത്തിട്ട് ഒരു വീക്ക് കൊടുക്കുമ്പോൾ ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്ത് റസൂലിനെ കാണാൻ പൂതി. പൊന്നീള
പുണ്യനാമം പൊന്നൊപ്പവാരി പുണർന്ന നേരം കേട്ടു നബിയാര സ്നേഹരാഗം ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്ത് റസൂലിനെ ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലം എന്നത് ഫിത്നയും മസാബുകളും ഹറാമുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്പെടുന്നതും മനസ്സിന് സമാധാനം ലഭിക്കുന്നതും കാലാകാല ജീവിതമായ ആഖിറത്തിൽ വിജയം ലഭിക്കാൻ കാരണമാവുന്ന വിലപ്പെട്ട ഒന്നാണ് ഖുർആനും സുന്നത്തും നന്നായി പഠിക്കുക എന്നത്. അതിനെ കുറിച്ച് അല്പം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഖുർആനിൽ തന്നെ അല്ലാഹു നമ്മളെല്ലാം ഒന്നിലാണ് അറിവ് നേടാൻ വന്നതാണ് അതവ് നൽകും വന്ന് ചേർന്നല്ലോ അതവ് കണ്ടു അലിഫ് അറിഞ്ഞു അറിവ് നേടി അതവും നേടി നല്ല മാർഗമിൽ കൂട്ടിത്തെ ഇരുളി കഴിയും ദേശത്തിൽ അറിവിൻ നിധിയാൻ വന്നൊരു മലര് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു മക്കദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമുല്ല പുഞ്ചിരി തോന്നുവതരമുള്ള വന്നൊരിച്ചൊരു പൂമത്ത് കുഞ്ഞി പിറന്നത് പെണ്ണായാൽ കുഴിച്ച് മൂടും കാലത്ത് പാരിലെ പൂരികവതവല്ല തെളിഞ്ഞിടുന്ന പുതുമകൾ വീതി ഞിടുന്ന പാലിലാകെ വൻപ്രതാകം വിന്നി മറയുന്നേ രജബേ പാരീത് തുങ്ങൾ കനവാലേറി വന്ന് റഹ്മത്തുളിവായിരുന്നു അരുണന്നൈ പുനന്ദേ രജബേ പാരീത് തുങ്ങൾ കനവാലേറി വന്ന് റഹ്മത്തുളിവായിരുന്നു അരുണന്നൈ പുനന്ദേ പുണ്യ